റേഡിയോ ശ്രോതാക്കൾ ഇന്നും ഈ കലാകാരനെ ഓർമ്മിക്കുന്നുണ്ട്. സംഗീത വഴിയിലൂടെ മാത്രമല്ല, നടനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും കലാലോകത്ത് വ്യത്യസ്ത മേഖലകളിൽ കീർത്തിമുദ്ര അണിഞ്ഞു തന്നെയാണ് ഈ മനുഷ്യൻ തലയുയർത്തി നിന്നത്. ആകാശവാണി ഇരിക്കുമ്പോൾ തന്നെ അവിടുത്തെ റേഡിയോ നാടകങ്ങളൊക്കെ ഇഷ്ടംപോലെ അഭിനയിക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വെളിയിൽ ഞാൻ പല 1-2 പടത്തിൽ ഞാൻ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. ബാലേന്ദ്രമേനോൻ്റെ മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്ന പടത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു, നല്ലൊരു റോൾ ചെയ്തിരുന്നു. അതുപോലെ ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പത്മരാജൻ്റെ അരവിന്ദിൻ്റെയൊക്കെ പടത്തിൽ പല റോളിലും ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പല പടത്തിലും MG രാധാകൃഷ്ണൻ്റെ കൂടെ തബല ആർട്ടിസ്റ്റായിട്ട് ഓർക്കസ്ട്രയിൽ ഈ സിനിമ പാട്ട് ഗാനങ്ങൾക്ക് തന്നെ വായിക്കാൻ പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സൗണ്ട് എഫക്ട്സ് കൊടുക്കാറുണ്ട്. സിനിമയുടെ അവസാനത്തെ ജോലിയാണ് സൗണ്ട് മിക്സിംഗ് എന്ന് പറയുന്നത്. ആ മിക്സിങ്ങിൽ ഞാനൊരു 3-4 പടത്തിന്, അതായത് അരവിന്ദിൻ്റെ ഒരിടത്തും എന്ന പടം, പിന്നെ കബീർ റാവുത്തറുടെ ഒരു പടം, ഇങ്ങനെ 3-4 പടത്തിന് സൗണ്ട് മിക്സിങ് സ്പെഷ്യൽ എഫക്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എന്നൊക്കെ ഇവിടുന്ന് തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ ആയി പോകേണ്ടി വന്നു. അതുകൊണ്ട് അതിൽ നിന്ന് ഫീൽഡിൽ നിന്ന് ഞാൻ വിട്ടു പോകേണ്ടി വന്നു. ഇപ്പോൾ തിരിച്ച് വന്നപ്പോഴും പിന്നെ തിരിച്ച് ഫീൽഡ് പിടിക്കാൻ എനിക്ക് പറ്റിയിരിക്കും. പിന്നെ എനിക്ക് അതിനുള്ള ഇപ്പോൾ ബുദ്ധിമുട്ട്, ഇപ്പോൾ വിളിച്ചാൽ തന്നെ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഭാര്യയും മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്നേഹസമ്പന്നനായ ഗൃഹനാഥനാണ് കോഴിക്കോട് ശിവരാമകൃഷ്ണൻ. എല്ലാ അർത്ഥത്തിലും തന്റെ കുടുംബത്തെ ജീവിതത്തിലെ മഹാസൗഭാഗ്യമായി കാണുന്ന ഒരു കലാകാരൻ. ഞാൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം. എൻ്റെ ഭാര്യ, എനിക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. മൂത്ത 2 ആണുങ്ങൾ, ഒരാൾ ഡൽഹിയിലുണ്ട്, ഒരാൾ കോഴിക്കോടുണ്ട്. ഇത് മകളാണ്, അവളെ വിവാഹം ചെയ്തിട്ടുള്ള കോയമ്പത്തൂരാണ്. ഇത് അവളുടെ മക്കളാണ്. എൻ്റെ മക്കൾ ആൺപിള്ളേർ 2 പേരും നന്നായി തബല വായിക്കും. പിന്നെ എൻ്റെ ഭാര്യ, ഇത് ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. പിന്നെ കലയായിട്ട് എല്ലാ കലയും നന്നായി ആസ്വദിക്കും. അതിനകത്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യാറുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ ജനങ്ങളുടെ അംഗീകാരങ്ങളല്ലാതെ മറ്റു പുരസ്കാരങ്ങളൊന്നും ശിവരാമകൃഷ്ണന് കിട്ടിയില്ല. സാംസ്കാരിക കേരളത്തിന്റെ അംഗീകാരം വൈകിയ വേളയിലെങ്കിലും തന്നെ തേടിയെത്തുമെന്ന് പ്രതീക്ഷാഭരിതമായ കാത്തിരിപ്പിലാണ് ഇന്നലെയുടെ ഈ താരം. ഇപ്പോൾ എനിക്ക് 74 വയസ്സ് കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് പലതവണ ഞാൻ സംഗീത നാടക അക്കാദമിയെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒന്നും പറഞ്ഞാൽ അവർക്ക് ഈ മിമിക്രിയെ മാത്രം, ഇന്നത്തെ ഈ സിനിമയിലുള്ള, മലയാള സിനിമയിലുള്ള 99% ആർട്ടിസ്റ്റും മിമിക്രി കൂടെ വന്നിട്ടുള്ളവരാണ്. ഇത്രയൊക്കെ ആയിട്ടും ഈ കലയ്ക്ക് സംഗീത നാടക അക്കാദമി മാത്രം അതിനൊരു അംഗീകാരം തന്നിട്ടില്ലായിരുന്നു. അത് ഞാൻ ഈ തവണത്തെ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു, ചേട്ടാ ഒരു ബയോഡാറ്റ എല്ലാം കൂടെ അയക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചു. ഇതെല്ലാ കാര്യം വെച്ചിട്ട് ഞാൻ അയച്ചിട്ട് തബലയ്ക്കും ഞാൻ 74 വയസ്സായിട്ടുള്ളതാണ്. തബലയിലും എനിക്ക് അതിനൊരു അംഗീകാരം തന്നിട്ടില്ല. അത് നേരത്തെ എല്ലാം ചോദിച്ചപ്പോൾ തബല നോർത്ത് ഇന്ത്യൻ ഇൻസ്ട്രുമെൻ്റാണ് എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് തബലയ്ക്ക് കൊടുക്കുന്നുണ്ട്, അപ്പോഴും എന്നെ കൺസിഡർ ചെയ്തില്ല. ഈ മിമിക്രിക്കും ഈ ആദ്യമായിട്ട് ഈ അവാർഡ് കൊടുത്തപ്പോൾ അത് കോട്ടയത്തുള്ള ആൾക്കാർ കൊടുത്തിട്ടുള്ളത്. അപ്പോഴും എന്നെ തടഞ്ഞതായിട്ട് എനിക്ക് തോന്നി. എനിക്കതിൽ വളരെ മനപ്രയാസമുണ്ട്. കേരളത്തിൽ നിന്നൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആദ്യമായിട്ട് UAE പോയത് ഞാനാണോ? മനുഷ്യനായി ജന്മമുണ്ടായതിലല്ല, ഒരു കലാകാരനായി ഇവിടെ ഇത്രയും കാലം ജീവിക്കാൻ കഴിഞ്ഞതിലാണ് ശിവരാമകൃഷ്ണന്റെ സന്തോഷം. കലയോടൊപ്പം ആയിരുന്നില്ലെങ്കിൽ തന്റെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഇദ്ദേഹം ആ ജീവിതം അർത്ഥശൂന്യമാകുമായിരുന്നു എന്ന് കരുതുന്നു. ഞാനൊരു കലാകാരനായിട്ട് ജനിച്ചതിൽ അങ്ങേറ്റം അഭിമാനം കൊള്ളുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ, പിന്നെ 1-2 നിസ്സാര കാര്യങ്ങളാണ് ഇപ്പോൾ എന്നെ ആദരിച്ചില്ല എന്നോ അല്ലെങ്കിൽ എനിക്ക് അവാർഡ് തന്നില്ല എന്നോ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊരു നിസ്സാര കാര്യമായിട്ടാണ് മനസ്സിനും പ്രയാസം ഉണ്ടാക്കിയിരുന്നത്. ശരിയാണ്. അതേസമയം ഈ ജോലി അന്വേഷിച്ച് എത്രയോ സർട്ടിഫിക്കറ്റ്, ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള പലരും സർട്ടിഫിക്കറ്റ്സുമായിട്ട് ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ എന്നെ വിളിച്ച് സ്റ്റേജിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലി തന്നതാണ്. ഞാനിപ്പോൾ ഒരു ജോലിയും ചെയ്യുന്നില്ല. മാസം ATM നിന്ന് പൈസ എടുക്കുന്നു, ജീവിക്കുന്നു. ഇതിൽ പരം ഭാഗ്യം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇതിലെനിക്ക് വളരെയധികം അഭിമാനമുള്ളൂ.